ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പരസ്യപ്പെട്ടി എന്ന് തന്നെ ഈ ഒരു ഫോണിനെ പറയാം. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത പല ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ പരസ്യ ആപ്ലിക്കേഷനുകൾ കുത്തി നിറച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ 11 സീരീസ്. 11 Pro Plusന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഐക്കണിൽ കൊടുക്കാം. എന്തായാലും അതിലും ഞാൻ പറഞ്ഞിരുന്നു നിറച്ച് പരസ്യ ആപ്ലിക്കേഷനാണ്. ഈ ഫോൺ 11 Pro, ഇത് പ്ലസ് അല്ല, പ്രോ വേരിയൻ്റ് ആണ്. 22 സംതിങ്ങിന് കിട്ടുന്ന ഫോൺ. ഇതിനകത്തും സെയിം അവസ്ഥയാണ്. ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസും കാര്യങ്ങളുമാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആപ്പ് മാർക്കറ്റിൻ്റെ പരസ്യമാണ് നമ്മൾ വരവേൽക്കുക. ആപ്പ് ഡ്രോ തുറന്നു കഴിഞ്ഞാൽ കീബോർഡും ആ കുറേ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വിയേർഡായ രീതിയിൽ അഗ്ലി ആയ ലുക്കിലാണ് അത് ഇരിക്കുന്നത്. പിന്നെ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ്, ആപ്പ് മാർക്കറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് റിയൽമി UI 4.0 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് എന്ന് പറയുന്ന സംഗതി വളരെ വൃത്തികെട്ട ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് എങ്കിലും ആൾക്കാർക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ പ്രീമിയം വാഗൺ ലെതർ ലുക്ക് തന്നെയാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ 22,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാം. 22,000 സംതിങ് രൂപയെ ഓഫറിൽ ഈ ഫോണിന് വരുന്നുള്ളൂ. പക്ഷേ നല്ല ഡിസൈൻ ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്, നല്ല ക്യാമറയുണ്ട്, നല്ല ബാറ്ററി ഉണ്ട്. ടോട്ടലി ഒരു വെൽ പാക്ഡ് ഓൾറൗണ്ടർ ഫോണാണിത്. പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണല്ലോ കിട്ടുന്നതെന്നുള്ള വിഷമം എല്ലാവർക്കും ഉണ്ട് താനും. എന്നാൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഇവിടെ ഈ കാണുന്ന പോലെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇതുപോലെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് ഈ ഒരു പ്രീമിയം ലുക്കുള്ള ഫോൺ ഉപയോഗിക്കാം. ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിട്ടാവാം ഈ ഫോണിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിന്റെ സെറ്റപ്പ് ഓൺ ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങണം. അല്ലാണ്ട് നമ്മളിത് ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം തുടങ്ങിയാൽ പോരാ. ഓൺ ചെയ്യുമ്പോൾ തന്നെ ലാംഗ്വേജ് റീജിയൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഇൻഫർമേഷൻ അവർ 2 ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് ടിക്ക് ചെയ്യേണ്ട, അതിന്റെ ടിക്ക് കളഞ്ഞിട്ട് മുകളിലുള്ള 2 ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. വൈഫൈ കണക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് അകത്തെത്തി കഴിയുമ്പോൾ റെക്കമെൻഡഡ് എന്ന സെക്ഷനിലേക്ക് എത്തും. എല്ലാ സംഗതികളും അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ചില സംഭവങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ടേൺ ഓഫ് എന്നുള്ളത് ഗ്രേ ആയിട്ട് കിടക്കുന്നുണ്ടാവും. പറ്റിക്കാൻ നോക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യും. ടേൺ ഓഫ് തന്നെ കൊടുക്കുക. അങ്ങനെ എല്ലാം ടേൺ ഓഫ് ചെയ്യുക. പ്രോപ്പറായിട്ട് ടേൺ ഓഫ് ചെയ്യുക, തിരക്ക് പിടിക്കാണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. പിന്നെയും കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ 99% യൂസേഴ്സ് ഇൻസ്റ്റാൾ ദീസ് ആപ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി കാണാം. അതിനകത്ത് ഒരുപാട് അനാവശ്യ ആപ്ലിക്കേഷനുകൾ കാണാം. നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു സ്കിപ്പ് വരും. ആ സ്കിപ്പിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെ മൊത്തം സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ റിയൽമി UIയിലേക്ക് നമ്മൾ എത്തി. സെറ്റപ്പിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ഡ്രോയും കാര്യങ്ങളൊക്കെ ചവറ് പോലെ കിടക്കുന്നുണ്ടാവും. ചവറ് പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട. ആപ്പ് ഡ്രോ ഓപ്പൺ ചെയ്തിട്ട് മാനേജ് എന്നുള്ള സെക്ഷൻ എടുക്കുക. അവിടെ കാണുന്ന എല്ലാ ബട്ടൺസും, ബ്ലൂ ബട്ടൺസ് ഒക്കെ ഗ്രേ ആക്കുക. ഓഫ് ചെയ്യുക എല്ലാതും. ഇപ്പൊ നമ്മൾ ആപ്പ് ഡ്രോ തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഡീസൻ്റ് ആയി. ഇനി ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ്, ഇത് കളയാൻ നമുക്ക് നോർമലി പറ്റില്ല. നമ്മൾ ആപ്പ് മാർക്കറ്റ് എന്ന ആപ്പ് തുറന്ന് സെറ്റിംഗ്സ് എടുത്തിട്ട് അതിനകത്ത് കാണുന്ന ഈ ടിക്കുകളെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിമും ഓഫ് ആവും. സോ ഇപ്പോൾ നമ്മുടെ ഹോട്ട് ആപ്പും ഹോട്ട് ഗെയിംസും പോയി. ഇനി ബാക്കി ആപ്ലിക്കേഷനുകൾ ഓരോന്നായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ നോർമലി ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. ചില ആപ്പുകൾ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്താൽ അൺഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ കാണിക്കില്ല. അപ്പോൾ ഇൻഫോ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയാൽ അവിടെ കാണും അൺഇൻസ്റ്റാൾ. ചില ആപ്പുകൾ അങ്ങനെയായിരിക്കും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരിക. ചിലതിൽ ഈ അൺഇൻസ്റ്റാൾ കാണുകയില്ല. അപ്പോൾ നമ്മൾ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് ചെയ്യാലും അൺഇൻസ്റ്റാൾ ഉണ്ടാവില്ല, പക്ഷേ ഡിസേബിൾ കാണും. അതിൽ ഡിസേബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസേബിൾ ചെയ്യാം. ഇങ്ങനെ എല്ലാം ചെയ്യാം. കൂട്ടത്തിൽ ആപ്പ് മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ഡിസേബിൾ ഒന്നും കാണില്ല, അത് കളയാൻ നിവൃത്തിയില്ല. അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം. അതുപോലെ ഗെയിം സെന്റർ കളയാൻ പറ്റില്ല, അതിലും ക്ലിക്ക് ചെയ്ത് പിടിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഫോൺ നോക്കാം. കണ്ടോ, വളരെ ക്ലീൻ ആയ ഫോണാണ്. വേറെ നോട്ടിഫിക്കേഷൻസോ ശല്യങ്ങളോ ഒന്നുമില്ല. ആപ്പ് ഡ്രോ തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള 5-10 ആപ്പ് മാത്രം. സോ ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം ലുക്കുള്ള ബഡ്ജറ്റ് ഫോൺ നൈസായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഫോണിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടും. കാരണം ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഒന്നൊന്നായിട്ട് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഇതിന്റെ ഡിസൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ വാഗൺ ലെതർ ഫിനിഷും ക്യാമറ മോഡ്യൂളും കാര്യങ്ങളും ആ ഒരു സിബ് ലൈക്ക് ഡിസൈനും കാര്യങ്ങളും ഒക്കെ നന്നായിരിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലുക്കുണ്ട് ഈ ഫോണിന്. കെർവ്ഡ് ഡിസ്പ്ലേയുമാണ്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ എനിക്കറിയില്ല, അവർ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും ഫോൺ നന്നായിരിക്കുന്നു. കാണാൻ നല്ല ലുക്കാണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഇതിന്റെ പ്ലസ് പോയിന്റ്, സ്ട്രോങ് ആയ പ്ലസ് പോയിന്റ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു പ്രശ്നവുമില്ല. നല്ല ഡീസൻ്റ് ആയ വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് PWM ഡിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ ലോ ലൈറ്റിലൊക്കെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരുന്ന ആൾക്കാരുണ്ടാവും, തലവേദന വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു ആശ്വാസമാവാനുള്ള സംവിധാനമാണ്. സോ അതും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 950 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ന്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. അതിന്റെ പെർഫോമൻസും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ ഗ്രേറ്റ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ ഫോൺ ഉള്ളത്. ഇത് ഇതിന്റെ രണ്ടാമത്തെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. പിന്നെ 5G 9 5G ബാൻഡുകളോളം വരുന്നുണ്ട്.
5G നെറ്റ്വർക്ക് കണക്ഷനിലും കാര്യങ്ങളൊന്നും ഒരു ഇഷ്യൂ ഇല്ല. കോൾ, നെറ്റ്വർക്ക് എല്ലാം പക്കയാണ്. ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ എല്ലാം നന്നായിരിക്കുന്നു. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. സോ അത് മനസ്സിലായല്ലോ. ഇതിന്റെ പെർഫോമൻസ് ഡയമൻസിറ്റി 7050 എന്ന പ്രോസറാണ്. നോർമൽ യൂസിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഇതിന്റെ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ അടക്കമാണ് ഇത് യൂസ് ചെയ്ത് നോക്കിയത്. ആ ഒരു ടൈമിൽ നമുക്ക് വേറെ നോർമൽ യൂസിന് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. അത്യാവശ്യം BGMയും ഞാൻ ആ ലെവലിൽ തന്നെയാണ് കളിച്ച് നോക്കിയത്. അപ്പോഴും വളരെ ഡീസൻ്റ് ആയ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ലാതെ നൈസായിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. പെർഫോമൻസ് വൈസ് യാതൊരു ഇഷ്യൂ ഇല്ല. BGMI കളിക്കാമെന്ന് പറയുമ്പോൾ സ്മൂത്ത് എക്സ്ട്രീമിൽ തന്നെ കളിക്കാം. അത്യാവശ്യം ലാഗ് ഇല്ലാതെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നും അല്ല കേട്ടോ. ആ പ്രൈസിൽ 2000-3000 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 ഉള്ള ഫോണുകൾ കിട്ടും. ഗെയിമിങ്ങിനൊക്കെ അങ്ങനെയുള്ള ഫോണുകൾ നോക്കുക. ഇതൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിലാണ്. നോർമൽ യൂസിന് പക്കാവാണ്, ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ Wi-Fi 6 ഉണ്ട്, Bluetooth 5.2 ഉണ്ട്, ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 വരുന്ന ഫോൺ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. സോ 2-3 വർഷം വരെ ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2-3 വർഷം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിന്റെ ക്യാമറ 100 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിന്റെയാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് ഇതിന്റെ റിസൾട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്കിൻ ടോൺ ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ബ്യൂട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഓൺ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി വൈറ്റ് വാഷ് ഒക്കെ ചെയ്തു തരും. സോ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും ഈ കാണുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറയിൽ 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഈ കാണുന്ന പോലുള്ള റിസൾട്ടാണ് തരിക. അത്യാവശ്യം നല്ല ക്വാളിറ്റി റിസൾട്ട് തന്നെയാണ്. മെയിൻ ക്യാമറയിൽ എനിക്ക് അങ്ങനെ പരാതിയൊന്നും പറയാൻ തോന്നിയില്ല. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ വീഡിയോ എടുക്കാം. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റി. അത്യാവശ്യം നല്ലതാണ്. 4K ഒന്നുമില്ല, ഫുൾ HD ആണ്. അത് ഈ കാണുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാം. സ്റ്റെബിലൈസേഷനൊക്കെ കുറച്ചുകൂടി നന്നാവുമായിരുന്നു അല്ലേ. പിന്നെ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് Realme 11 Pro Plusൽ ഈ ഫോട്ടോ തന്നെയല്ലേ കാണിച്ചതെന്ന് തോന്നാനൊരു സാധ്യതയുണ്ട്. കാരണം ഇത് രണ്ടും ഒരേ സമയമാണ് ഞാൻ ഫോട്ടോസ് എടുത്തത്. 2 ഗുണം ഞാൻ മനസ്സിൽ കണ്ടു. Realme 11 Pro എങ്ങനെയുണ്ടെന്നും Pro Plus എങ്ങനെയുണ്ടെന്നും അറിയാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ സെക്ഷൻ കണ്ടിട്ട് ആ വീഡിയോയുടെ ക്യാമറ സെക്ഷൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സോ ക്യാമറ അപ്പം മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല. ബാറ്ററി 5000 mAh കൊടുത്തിരിക്കുന്നു. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ലൈഫിലോ ചാർജിങ് സ്പീഡിലോ ഒന്നും പ്രശ്നങ്ങളില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ വേണമെങ്കിൽ ഈസി ആയിട്ട് നോക്കാം. താഴെ ഡുവൽ നാനോ സിമ്മാണ്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ സ്പീക്കർ ഗില്ല്, അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവർവ്യൂ. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ഫോണാണ്. ഇങ്ങനെ പറയുമ്പോൾ Realme 10 Pro ഈ ഫോണും തമ്മിൽ വലിയ കാര്യമായ ഡിഫറൻസ് എല്ലാ കാര്യങ്ങളിലൊന്നും ഇല്ല. ഈ ഡിസൈനിലാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് 10 Pro കയ്യിലുള്ളവർ ഈ 11 Proയിലേക്ക് വരണമെന്ന് ഞാൻ ഒരു തരത്തിലും ആവശ്യപ്പെടില്ല. അതേസമയം 9 Pro ഒക്കെയാണ് കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 Pro ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 11 Pro ആ വിലയ്ക്ക് തന്നെ കിട്ടുന്നത് കൊണ്ട് നല്ല ഓപ്ഷനാണ്. തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ Realme 11 Pro ആണ് ഈ കൂട്ടത്തിൽ നന്നായിട്ട് എടുക്കാൻ പറയുന്നത്. Pro Plusൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത്രയും അഗ്രസീവായിട്ട് ഇത് നന്നായിട്ടുണ്ട്, ഇത് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവിടെയുള്ള പല ഫോണുകളും ഈ പറയുന്ന കെർവ്ഡ് ഡിസ്പ്ലേയിൽ അത്ര ഫിനിഷ് ഒന്നും ഇല്ല എന്നുള്ളൂ. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയ ഫോണുകൾ അവിടെ ഒരുപാടുണ്ട്. എസ്പെഷ്യലി സാംസങ്ങിൻ്റെ ഈ ഫോൺ Galaxy F54 ഇത് വന്നിട്ട് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. പക്ഷേ ഇത് സാംസങ്ങിൻ്റെ Galaxy S സീരീസിൻ്റെ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 6000 mAh ബാറ്ററി ഉണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയ പെർഫോമൻസ് ഉണ്ട്. ഇതിനേക്കാളും bloatware ഫ്രീ ആയ സാംസങ്ങിൻ്റെ One UI ആണുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല വശങ്ങൾ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയുള്ള കമ്പാരിസൺസ് ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ആണെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അത്രയുമാണ് Realme 11 Pro എന്ന ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ ഡീസൻറ്റ് ഓൾ റൗണ്ടർ ഫോണാണ്. ഈ bloatware ഒക്കെ ഒന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.